തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി തമിഴ്നാട്ടിൽ രാഷ്ട്രീയ യുദ്ധവും മുറുകുകയാണ്. അതായത് തമിഴ്നാട്ടിൽ ഏത് വിധേനയും അധികാരം പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി BJP മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് പല സഖ്യസാധ്യതകളും BJP അവിടെ തേടുന്നുമുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ തമിഴ്നാട് സന്ദർശിച്ചത്. എന്തായാലും അമിത്ഷായുടെ തമിഴ്നാട് സന്ദർശനം ഇപ്പോൾ വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് ഇടവച്ചിരിക്കുന്നത്. വലിയ വിമർശനങ്ങളും രാഷ്ട്രീയ വാഗ്വാദങ്ങളുമാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയത്. സ്റ്റാലിന്റെ തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്നും ഹിന്ദുക്കൾക്കും വിശ്വാസങ്ങൾക്കുമെതിരെ സ്റ്റാലിൻ ആക്ഷേപങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിട്ടു എന്നും അമിത്ഷാ വിമർശിച്ചു. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനിടെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ. സ്റ്റാലിൻ ഹിന്ദു വിരുദ്ധനാണ് എന്ന വിമർശനമാണ് അമിത്ഷാ പ്രധാനമായും ഉന്നയിച്ചത്. തമിഴ്നാട്ടിൽ ഹിന്ദുക്കൾക്കും ഹിന്ദു വിശ്വാസങ്ങൾക്കുമെതിരെ സ്റ്റാലിൻ ആക്ഷേപങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിടുകയാണ് എന്ന് അമിത്ഷാ ആരോപിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജയ്ക്കിടെ തമിഴ്നാട്ടിൽ അപ്രഖ്യാപിത കർഫ്യൂ ഏർപ്പെടുത്തി. മുതിർന്ന നേതാവ് സനാതനധർമ്മത്തെ ഡെങ്കിപ്പനിയുമായും മലേറിയയുമായും താരതമ്യം ചെയ്തു. ഹിന്ദു ഘോഷയാത്രകൾക്ക് സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഹിന്ദു വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യുന്നതിന് പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. സ്റ്റാലിൻ ഹിന്ദു സമൂഹത്തിനെതിരെ അതിക്രമങ്ങൾ നടത്തിയെന്നും ഭരണഘടനയുടെ പവിത്രതയെ ലംഘിച്ചു എന്നുമാണ് അമിത്ഷാ വിമർശിക്കുന്നത്. സ്റ്റാലിന്റെ കുടുംബവാഴ്ച അവസാനിപ്പിക്കാനും അമിത്ഷാ ആഹ്വാനം ചെയ്തു. ഈ കുടുംബവാഴ്ച അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നും സ്റ്റാലിന് മകൻ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും അമിത്ഷാ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അപകടകരമായ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സ്റ്റാലിൻ തമിഴ്നാട്ടിലെ പുണ്യനദികളിലേക്ക് തള്ളുകയാണ് എന്നും ഇത്തരത്തിൽ തമിഴ്നാടിനെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയെന്നും അമിത്ഷാ പറഞ്ഞു. 2026 ഏപ്രിലിൽ തമിഴ്നാട്ടിൽ NDA സർക്കാർ രൂപീകരിക്കുമെന്നും വമ്പിച്ച ഭൂരിപക്ഷം ഉറപ്പാക്കാൻ പ്രയത്നിക്കുമെന്നും നേതാക്കളോടും പ്രവർത്തകരോടും അമിത്ഷാ ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി അമിത്ഷാ തമിഴ്നാട്ടിലെത്തിയത്. തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ ഇറങ്ങിയ അമിത്ഷായെ കേന്ദ്രമന്ത്രി L മുരുകൻ അടക്കമുള്ളവരാണ് സ്വീകരിച്ചത്. ശേഷം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കളുമായി അമിത്ഷാ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. എന്തായാലും തമിഴ്നാട്ടിൽ ഒരു മികച്ച സഖ്യസാധ്യത തേടുകയാണ് ഇപ്പോൾ BJP. ഏതു വിധേനയും അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അമിത്ഷാ അവിടെ പ്രഖ്യാപനങ്ങൾ നടത്തിയതും. എന്താണ് BJPയുടെ ലക്ഷ്യമെന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി BJP കൈകൊടുക്കും എന്ന ചില സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിലും അക്കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം അമിത്ഷാ വന്ന സാഹചര്യത്തിൽ തന്നെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. പൊങ്കലുമായി ബന്ധപ്പെടുത്തി സ്റ്റാലിൻ പ്രഖ്യാപിച്ച വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉടനീളം ചർച്ചയായിരിക്കുകയാണ്.